അതുകൊണ്ട് ഞാൻ തത്വജ്ഞാനിയായി സത്യദർശിയാണ്, അതുകൊണ്ട് ഇനി എന്നിൽ ഇത്തരത്തിലുള്ള യാതൊന്നും ഇല്ല എന്നൊരാൾ മിഥ്യയായി ധരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം പോയി കിട്ടിയ ഒരു അന്ധകരണമാണ് ഒരാൾക്കെങ്കിൽ ശരി. സർവവികാരശൂന്യമായൊരു അന്ധകരണം അതാണെങ്കിൽ ശരി. ഇവിടെ പറയുന്ന വിവേകിടിയും അവിവേകിടിയാണ്. അന്ധകരണത്തിൽ വികാരങ്ങളുള്ളവരുടെ കാര്യം പറയുകയാണ്. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കേവല വ്യവഹാരമാത്ര ആലംബനത്വം, കേവലമായി വ്യവഹാരം അങ്ങനെ നടക്കുന്നു. ചക്രഭ്രമണവ നേരത്തെ ഭാഷ്യകാരൻ ദൃഷ്ടാന്തം പറഞ്ഞു. അപ്പം മറിച്ച് അപ്പൊ തത്വജ്ഞാനി അജ്ഞനെ പോലെ തന്നെ ദേഹാത്മബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവനാണോ, അതിൻ്റെതായ ഗുണദോഷങ്ങളെല്ലാം അനുഭവിക്കുന്നവനാണോ എന്നല്ല പറഞ്ഞു വരുന്നു. തത്വജ്ഞാനിയിൽ എന്തെങ്കിലും ദോഷാരോപണം ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. മറിച്ച് വ്യവഹാരാനുഭവത്തിന്റെ നില എവിടെ, തത്വജ്ഞാനത്തിന്റെ നില എവിടെ, രണ്ടും വേർതിരിച്ച് കാണിക്കുകയാണ്. ഭൂതജ്ഞാനമുള്ള ആള് ആകാശത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആ രക്തതയും കൃഷ്ണതയും എന്താണ് ആകാശത്തെ? സംവ്യവഹാരം മാത്ര ആലംബനാർത്ഥത്വം. കേവലം വ്യവഹാരം, വ്യവഹാരാശ്രയമായി അതൊക്കെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പരമാർത്ഥം അറിയുമോ, ഇതൊന്നും അവിടെ ഇല്ല. ഇതിന്ന പരമാർത്ഥം, അതാണ് പറഞ്ഞു ഇവിടെ പറയുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ്, വ്യവഹാരത്തെക്കുറിച്ചല്ല. ജ്ഞാനിക്ക് വ്യവഹാരം സ്വസംസ്കാരം അനുസരിച്ച് പോകും. ജ്ഞാനിക്കിപ്പോൾ ഏത് വ്യവഹാരം ഉണ്ടാകാം? അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് തടസ്സമായി വരുന്ന വ്യവഹാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വ്യവഹാരം ഉണ്ടാകുന്നെങ്കിൽ അയാൾ ജ്ഞാനിയല്ല. മനസ്സിലാവും. മറിച്ച് ജ്ഞാനിയിൽ അവശ്യം കാണുന്ന വ്യവഹാരങ്ങൾ അത് വ്യവഹാരം മാത്രം. ഇതിന്ന പരമാർത്ഥ, അത് പരമാർത്ഥമല്ല. കൃഷ്ണോ രക്തോ ആകാശോ ഭവിതുമർഹതി. ആകാശം ഒരിക്കലും കറുപ്പാകുന്നില്ല, ചുവപ്പാകുന്നില്ല. ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നില്ല. എന്നാലും കാണുന്നുണ്ട്. അത് കണ്ടോട്ടെ, ദോഷമൊന്നുമില്ല. ഒരാള് എനിക്ക് ചോദിച്ചായിരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ ഒരു വ്യത്യാസം വരത്തില്ല. ചുവപ്പും കറുപ്പും ഒക്കെ അജ്ഞാനിയും കാണുന്നു, ജ്ഞാനിയും കാണുന്നു. രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമില്ലെന്ന് പറയുന്നു. ഇവിടെ ഉള്ള വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും കാണുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഒരാൾക്കത് കേവല വ്യവഹാരം. ഇതിനാണ് ഭാഷകാരൻ വേറെടുത്ത് പറയുന്നത്. എന്താണോ പ്രാരബ്ധം, വേറെടുത്ത് പറയും പശ്വാദിഷ്ടവിശേഷ. അതൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു തന്റെ സംസ്കാരമനുസരിച്ച്. ആ സംസ്കാരം അനുകൂലമല്ലെങ്കിൽ തത്വജ്ഞാനമേ ഉണ്ടാകത്തില്ല. പിന്നെ ജ്ഞാനിയുടെ വ്യവഹാരം ഒന്നും അവിടെ പറയാനും പറ്റത്തില്ല. അതാണ് രക്തോജാകാശ സംവ്യവഹാര മാത്ര ആലംബനാർത്ഥത്വം പ്രതിപദ്ധതി. കേവലം വ്യവഹാരാലംബനങ്ങൾ,
വ്യവഹാരം അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനീ കരുതുന്നു. എന്തുകൊണ്ടവിടെ ഭ്രാന്തിയില്ല, സത്യം അറിഞ്ഞിരിക്കുന്നു. താൻ ആ പരമാത്മസ്വരൂപമാണ്, തന്നിൽ വ്യവഹാരങ്ങൾ നടക്കുന്നു. എന്ന പരമാർത്ഥ വിഷ്ണു രക്തോ ആകാശോ ഭവിതുമർഹതി. ഞാനീ ദോഷാരോപണം ചെയ്യേണ്ട കാര്യമില്ല. ആകാശം ഒരിക്കലും കൃഷ്ണമോ രക്തമോ ആകുന്നില്ല. ജ്ഞാനി ഒരിക്കലും ഈ പറയുന്ന കാമക്രോധാദികളോട് താതാത്മ്യപ്പെട്ട അജ്ഞാനിയാകുന്നില്ല. ഒരു വ്യത്യാസം മാത്രം. അജ്ഞൻ ആ ഭ്രമത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, ജ്ഞാനി ആ ഭ്രമത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു. വ്യവഹാരം രണ്ടുപേരിലും അവരവരുടെ സംസ്കാരം അനുസരിച്ച്. ജ്ഞാനം ആ സംസ്കാരത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ അവ്യവഹാരത്തെ പ്രാരബ്ധം എന്ന് വിളിക്കുന്നു. അജ്ഞന് വ്യവഹാരത്തെ പ്രാരബ്ധം എന്ന് പറയുന്നില്ല, അയാൾക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട്, സ്വരൂപജ്ഞാനമില്ലാത്തതുകൊണ്ട്. പ്രാരബ്ധമാണെങ്കിലും അതിനങ്ങനെ ഒരു പേര് കൊടുക്കുന്നില്ല. അത് അവസാനിക്കുന്നതല്ല, അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. ജ്ഞാനിയിൽ അത് അവസാനിക്കുന്നു.